ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളതൊരു പൊതിച്ചോറായിട്ടാണ്. ഇതിലുള്ള ഓരോന്നിൻ്റെ റെസിപ്പി ഒന്നും കാണിക്കണില്ല. ഞാനിത് ജസ്റ്റ് എന്തൊക്കെയാണ് ഈ പൊതിച്ചോറിൽ വെച്ചിട്ടുള്ളതെന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പൊതിച്ചോറ് എന്ന് പറയുമ്പോൾ. നമ്മൾ ആ വാറ്റിയ വാഴൻ്റെ ഇലയിൽ കുറച്ച് നേരം ഇങ്ങനെ അടച്ച് വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലും അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് പൊതിച്ചോറിന്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ സാധാ ഒരു വാഴൻ്റെ ഇല എടുത്തിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഉപ്പേരിയൊക്കെ അതിൽ വെച്ച് കൊടുക്കുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് അതിൽ ഈ വാട്ടിയെടുത്തിട്ടുള്ള വാഴൻ്റെ ഇലയാണ്. ഈ വാട്ടിയെടുത്ത വാഴൻ്റെ ഇലയ്ക്ക് നമുക്ക് എത്ര ആവശ്യമായിട്ടുള്ള ചോറ് അത്രയും ചോറ് അതിലോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിൽ ഞാൻ ഫസ്റ്റായിട്ട് വെച്ച് കൊടുക്കുന്നത് മുട്ട പൊരിച്ചതാണ്. ഇത് നമ്മുടെ സാധാ ഉള്ളിയൊക്കെ ഇട്ട് മുളകിട്ട് കലക്കിയിട്ട് പൊരിച്ചിട്ടുള്ള മുട്ടയാണ്. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മളിതിലിട്ട് തേങ്ങ അതേപോലെ തന്നെ ചെറിയ ഉള്ളിയൊക്കെ നല്ല ചുട്ടിട്ട് അടുപ്പിലിട്ട് ചുട്ട് അമ്മിയിലിട്ട് അരച്ചെടുത്തിട്ടുള്ള ചമ്മന്തിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നത്തോലി പൊരിച്ചതാണ്. ഫ്രൈ ചെയ്തതായിട്ട് നിങ്ങൾക്ക് ഏത് മീനാണുള്ളത് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ബീട്രൂട്ടിൻ്റെ ഉപ്പേരിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു അച്ചാർ, മാങ്ങൻ്റെ അച്ചാറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മുരിങ്ങൻ്റെ ഇലയാണ്. അപ്പോൾ നമ്മൾ മുരിങ്ങൻ്റെ ഇലയുടെ ഒരു ഉപ്പേരിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നല്ല രീതിയിൽ എല്ലാ ഭാഗത്തു നിന്നും മടക്കിയെടുക്കുക. സംഭവം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. നമ്മൾ സാധാ വീട്ടിലുണ്ടാക്കുന്ന ഉപ്പേരിയും ചോറും കറിയൊക്കെ തന്നെയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ആ ഒരു അങ്ങനത്തെ ഒരു വെറൈറ്റി മോഡലൊക്കെ ഒന്ന് ഉണ്ടാക്കി തന്നെ കുട്ടികൾക്ക് നല്ല രീതിയിൽ ഇഷ്ടമാകുന്നതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. ഒരു അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും.